SDP നേതാക്കൾ ലഡുവുമായി എത്തിയത് കോൺഗ്രസിന്റെ MP-യുടെ ഓഫീസിലാണ്. അത് മറ്റാരുമല്ല, ആന്റണിയാണ്. ഇടക്കാലത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഈ SDP കോൺഗ്രസ് ബന്ധം വലിയ രീതിയിൽ ചർച്ചയായിരുന്നല്ലോ. SDP-യും കോൺഗ്രസും തമ്മിൽ അത്രയ്ക്ക് ദൃഢമായ ബന്ധമാണോ ഇപ്പോൾ? SDP ആന്റണിക്ക് മാത്രം ലഡു കൊടുത്താൽ പോരാ. ഇന്ദിരാഭവനിലെത്തി KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ലഡു കൊടുക്കണം. അവരുമായിട്ടുള്ള ബന്ധം വളരെ വ്യക്തമല്ലേ. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആദ്യം വിജയാഹ്ലാദം തുടങ്ങിയതാര്? SDP അല്ലേ. SDP പിന്നെ ഇപ്പം ലഡു കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളതാണ് നമുക്ക് സംശയം. പ്രത്യേകിച്ച് ഇപ്പം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ സ്ഥിതിക്ക്. കാരണം UDF ഒന്നുകൂടെ ഒരു ആവേശഭരിതരായി UDF ക്യാമ്പുകളിൽ ഒരു ഉണർവും ഒക്കെ ഉണ്ടായി നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള അവരെ അത്രത്തോളം വോട്ടോടുകൂടി ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ പങ്കാളികൾ എന്ന് പറയുന്നത് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെയാണെന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അല്ലെ സാറ് പറഞ്ഞതിൽ മറ്റൊരു അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫ് തിരിച്ചെത്തി SDP-യുടെ ഓഫീസിലെത്തിയല്ലേ ലഡു കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരുമല്ലോ. അപ്പം അല്ല, ഘടകകക്ഷിയായിട്ട് വേണേ കാണാം SDP-യെ. അപ്പം ഇങ്ങോട്ടല്ലേ വരേണ്ടത്. സമുദ്രം ഒരിക്കലും നദിയിൽ പോയി ചേരത്തില്ല, നദി വന്ന് സമുദ്രത്തിലോട്ടേ ചേരത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൊണ്ടു നടന്ന് കൊടുക്കുകയാണ്. അത് ഇതിപ്പോൾ നോക്കി പരസ്യമായിട്ട് വന്നിരിക്കുകയല്ലേ. അത് SDP-ക്കാർ തന്നെ അത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ഈ വലതുപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ട്, വലതുപക്ഷത്തിന് പിന്തുണ ഞങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് പരസ്യമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ SDP ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണെന്ന് ഓർക്കണം. അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്. അവർക്ക് ആ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ് അവർക്ക് അല്പം അഹങ്കാരത്തിന് ബലമേകുന്നത്. ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് വീണ്ടും വാർത്തയിൽ വരികയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ താഴെത്തട്ടിലുള്ളവരെല്ലാം പോയി അഭയം പ്രാപിച്ചിരിക്കുന്നതും നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് എവിടെയാണ്? SDP-യിലാണ്. SDP-ക്ക് ആരഭയം കൊടുക്കുന്നു? വലതുപക്ഷം കൊടുക്കുന്നു എന്ന് വിചാരിച്ച് CPM-കാർ പതിവ്രതരാകുകയൊന്നും വേണ്ട. CPM-ഉം ഇവരെ വളർത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എല്ലാ മുന്നണികളും, രണ്ട് പ്രധാനപ്പെട്ട ഇടത് വലതുപക്ഷ മുന്നണികളെ ജമാഅത്തെ ഇസ്ലാമി തരം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഇദ്ദേഹത്തിന് മദനിയായിട്ട് ഒന്നിച്ച് വേദി പങ്കിട്ടിട്ടില്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. PDP-യുമായിട്ടുള്ള ബന്ധം CPM-ൻ്റെ. അപ്പം ഇതിനകത്തൊന്നും അവരെ ഒന്നും ഒളിച്ചു വെക്കേണ്ടതായ കാര്യമില്ല എന്നുള്ളതാണ്. അവസരം വരുമ്പോൾ ഈ മത തീവ്രവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ട്. ഇനി ഇതിന് അല്പം ബലമേകും. വലതുപക്ഷത്തേക്ക് നിൽക്കുന്ന ഇവരെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും പലപ്പോഴും നടക്കാനുള്ള സാധ്യതയുണ്ട്. പിണറായി അതിന് ഏത് തന്ത്രം ഉപയോഗിക്കുമെന്ന് അറിയത്തില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതാണ്. SDP-ക്ക് പലയിടങ്ങളിലും പല പഞ്ചായത്തുകളിലും സീറ്റുണ്ടല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ തന്നെ അല്ല, ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവർ അങ്ങനെ പരസ്യമായി ഇത്തരം വർഗീയ സംഘടനകളുമായൊന്നും കൂട്ടുകൂടുന്നത് ഇടക്കാലത്തില്ലായിരുന്നു. പക്ഷെ ഇത് SDP-യുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നിട്ട് അവർ ഇപ്പോൾ വലിയ പ്രശ്നമായി എടുക്കുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിയാൽ മതിയല്ലോ. അല്ല, ഇപ്പം നിലമ്പൂരിൽ കണ്ടില്ലേ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടെന്നുള്ളത് PD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ ഈ SDP-യുടെ കാര്യത്തിൽ എന്തിനാ? SDP ഒന്നും അല്ലെങ്കിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയല്ലേ എന്ന ആ ഒരു പേരിൽ നിൽക്കാമല്ലോ. അപ്പം ഇനി ഇതിനകത്ത് ചർച്ചയാകാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഈ SDP-ഐ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെ നിരോധിക്കില്ല എന്നൊന്നും പറയണ്ട. അല്ല, അവരെ ദേശീയ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ അറസ്റ്റിലാണ്. ഞാൻ ചോദിച്ചോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിട്ടില്ലേ? അപ്പൊ ഇനിയും നിരോധിച്ചുകൂടെ? അത്ര ഗുരുതരമായ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നിരോധിക്കാം. പ്രത്യേകിച്ച് SDP-ഐ നിരീക്ഷണത്തിലിരിക്കുകയാണ്. ഇവര് പോപ്പുലർ ഫ്രണ്ടിലെ അനുയായികളെ, താഴെത്തട്ടിലുള്ള കൊച്ചു നേതാക്കന്മാരുണ്ടല്ലോ, ചോട്ടാ നേതാക്കന്മാരെല്ലാം SDP-ക്കകത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഈ SDP-യുടെ വരുമാന സ്രോതസ് എവിടെ നിന്നാണ്?
പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ തന്നെ SDPIയുടെ കൈവശമുണ്ട് താനും. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില അംശങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമുക്ക് കാണേണ്ടത് മെക്സവൻ എന്ന മലബാർ ഭാഗത്തുള്ള വ്യായാമ കൂട്ടായ്മ തന്നെ. നമ്മളാരുമല്ല പറഞ്ഞത്, അത് ജില്ലാ സെക്രട്ടറി കോഴിക്കോട് മോഹനാണ് പറഞ്ഞത്. അത് നിഷേധിക്കാൻ കഴിയത്തില്ലല്ലോ. അത് മുസ്ലിം പ്രദേശങ്ങളിൽ ഉള്ളതാണ്. അപ്പൊ അതിൻ്റെ അവരുടെ അണിയറ പ്രവർത്തനം തന്നെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ പ്രത്യേകിച്ച് ഔദ്യോഗികമായിട്ടൊരു ഓഡിറ്റോറിയത്തിനോ മുറിക്കകത്തോ യോഗം ചേരുന്നില്ല. എവിടെങ്കിലും വെച്ചുള്ള പാർക്ക്, ബസ് സ്റ്റാൻഡ്, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വെച്ചൊരു കൂട്ടം ചേരലും ഒക്കെയാണ് നടക്കുന്നത്. ഇനി നമ്മുടെ മുന്നിലുള്ള 2 തെരഞ്ഞെടുപ്പുകളാണ്. ആ 2 തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ഇത്തരം സംഘടനകൾക്ക് അവരുടെ ശക്തി വർദ്ധിക്കുകയല്ലേ ചെയ്യുള്ളൂ. അവരെ ഈ സ്വീകരിക്കാനും ലഡു നൽകാനും എല്ലാം കൂടുതൽ പാർട്ടികൾ രംഗത്ത് വരുമല്ലോ. കാരണം SDPIക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ സാധ്യത UDFനാണ് സാധ്യത എന്നുള്ളത്. അപ്പോൾ അവർ പ്രത്യക്ഷമായിട്ട് തന്നെ പിന്തുണ കൊടുക്കുകയും ചെയ്യും. കാരണം കേരളത്തിൽ അതിതീവ്രമായിട്ട് പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നുണ്ട് എന്നുള്ളത് പകല് പോലെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ആ അവസരത്തിൽ അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭരണത്തിൽ പങ്കാളിയാകുകയല്ല, ഭരണത്തിൻ്റെ ചില ആനുകൂല്യങ്ങൾ SDPIക്ക് നേടിയെടുക്കാൻ കഴിയും എന്നവർ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത്തരം തീവ്ര സംഘടനകളുമായി കോൺഗ്രസ് കൂട്ടുകൂടുകയാണെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം പിണറായി വിജയൻ നടത്തും. അതാണ് അവിടെ ഹിന്ദു വോട്ടുകളെ കൊണ്ടുവരാനായിട്ടുള്ള, തിരിച്ചു പിടിക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. ഇപ്പൊ നോക്കിക്കോണേ, കഴിഞ്ഞ ദിവസം ഇവര് SNDPയുടെ ഒരു നല്ല ശിവഗിരി മഠത്തിൽ നിന്നുള്ളവർ പ്രധാനമന്ത്രിയെ വാഴ്ത്തിയില്ലേ. അപ്പോൾ ഈ SNDPയുടെ വോട്ട് നന്നായിട്ട് BJPയിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ്. അപ്പോൾ ഇനി ആ വോട്ടുകളൊക്കെ ഏത് തരത്തിൽ ഭിന്നിപ്പിക്കാമെന്നുള്ളതായിരിക്കും പിണറായി നോക്കുന്നത്. പിണറായി ഇനി എന്തായാലും ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി തന്നെ പറഞ്ഞ കാര്യമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയും ഇവരൊക്കെ തന്നെ വലിയ വർഗീയ മതതീവ്ര കക്ഷികളാണ് എന്നാണ് പറഞ്ഞത്. സംഘപരിവാർ പറയേണ്ട കാര്യമാണെന്ന് പിണറായി വിജയൻ അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ LDFന്റെ കൺവീനർ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് ലീഗിൻ്റെ അടുക്ക പറഞ്ഞത്? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവരും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് വരൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുന്നണി പ്രവേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ മുന്നണി പ്രവേശം മാറ്റം ഒന്നും ആലോചിക്കുന്നില്ല. കാരണം UDFന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ മാറ്റിയതിൽ നിർണായക പങ്കായി തീർന്നിരിക്കുകയാണ് ഈ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തന്നെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഇവരുടെ കൂടെ നിൽക്കുന്ന മറ്റ് കക്ഷികളും ഒക്കെ തന്നെ. അല്ല, അങ്ങനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇത്തരം ഒരു മാറ്റം ഈ ന്യൂനപക്ഷത്തിന്റെയും ഈ തീവ്ര സംഘടനകളുമായി കോൺഗ്രസ് കൂട്ടുകൂടുകയാണെങ്കിൽ തിരിച്ചടി സംഭവിക്കാൻ പോകുന്നത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ആയിരിക്കുമല്ലോ. അതെ, കാരണം മധ്യ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗമുണ്ട്. അവരുടെ വോട്ടിനകത്ത് വിള്ളലുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അത് കോൺഗ്രസ് ഏത് തരത്തിൽ ഇനി കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അത് ലക്ഷ്യമിട്ടായിരിക്കും അല്ലേ കേരള കോൺഗ്രസിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത് കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. അതെ, അത് ചിലപ്പം ഒരുപക്ഷെ വിജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അധികാരത്തിന് വേണ്ടി ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വരികയും ചെയ്യും. കാരണം ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡായി തീർന്നിരിക്കുകയാണ്. UDF അനുകൂല തരംഗമാണ്. ഇപ്പൊ ഘടകകക്ഷിയായിട്ടുള്ള LDFലെ CPI തന്നെ അതൃപ്തരായി നിൽക്കുന്നില്ല. CPIയെയും UDF സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷെ CPI സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് ചാടിപ്പോകാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ മതതീവ്രവാദം ആയിട്ടുള്ള കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ട് UDFനെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷയമെന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.